സ്ഥിരം വെള്ള ടീഷർട്ട് മാറ്റി മഞ്ഞ ഷർട്ടണിഞ്ഞ് പൂനെയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ രാഹുൽ ഗാന്ധി എത്തി. മാറിയത് വേഷം മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശൈലി കൂടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം മോദിയെ മാത്രമല്ല, RSSന്റെ അടിത്തറയെ തന്നെയാണ് രാഹുൽ കടന്നാക്രമിക്കുന്നത്. CJP സമരത്തിന് ശേഷം BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സ്വാധീനത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നതും നമ്മൾ കാണണം. बट प्रधानमंत्री कह रहे हैं कि गाली देना कल्चरल शॉक लगा हमें, क्योंकि लड़कियों ने गाली दी. लड़के गाली दे तो कोई प्रॉब्लम नहीं है, उनके लिए अलाउड है. ജന്തർ മന്ദിറിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അസഭ്യം പറഞ്ഞു. എന്നാൽ പെൺകുട്ടികൾ തെറി വിളിച്ചത് ഞങ്ങൾക്ക് കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആണുങ്ങൾക്ക് തെറി വിളിക്കാൻ അനുവാദമുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു പെൺകുട്ടി അത് ചെയ്താൽ സംസ്കാരത്തിന് ചേരാത്തതാകുന്നു. मोहन भगवत जी कहते हैं कि इंडिया में रेप होता है और भारत में रेप नहीं होता है. ഇന്ത്യയിലാണ് ബലാത്സംഗം നടക്കുന്നത്, ഭാരതത്തിലല്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. खट्टर जी कहते हैं कि 80% रेप महिला के कारण होते हैं. तो ये एक माइंडसेट है और ये इस माइंडसेट से लड़ाई चल रही है. 80% ബലാത്സംഗങ്ങളും നടക്കുന്നത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് BJP നേതാവ് മനോഹർ ലാൽ ഖട്ടർ പറയുന്നു. ഈ മനോഭാവത്തോടാണ് തൻ്റെ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. പൂനെയിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുന്ന പരിപാടിയായ ചാത്രോങ്ക ഗൂഞ്ചിലാണ് രാഹുൽ BJPയുടെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 2 പരിപാടികളിലായി RSS ആശയങ്ങൾ ഒളിച്ചുകടത്തുന്ന അടിമത്ത മനോഭാവത്തെ തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി. അതിലൂടെ കോൺഗ്രസിനെ തന്നെ തിരുത്തുകയാണ് രാഹുൽ എന്നും പറയാം. 3 പോയിന്റുകളിലൂടെ രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങളെയും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നവീകരണ ശ്രമങ്ങളെയും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ.